വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ. വെള്ളാപ്പള്ളി പിണറായി വിജയന്റെ മൂട് താങ്ങി നടക്കുകയാണല്ലോ. എത്ര കാലം ദാ കണക്ക് കൂട്ടിക്കോ. അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ തള്ളിപ്പറയും. ഒരു സംശയവും വേണ്ട കേട്ടോ, ഒരു സംശയവും വേണ്ട. കാരണം വെള്ളാപ്പള്ളി നടേശൻ ബിജെപിക്കൊപ്പം, ബിജെപിയുടെ നിലപാടുകൾക്കൊപ്പം. ഇപ്പം തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടല്ലോ. തുഷാർ വെള്ളാപ്പള്ളി എത്രമാത്രം ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാർക്ക് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്നപ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ഒരുപക്ഷെ ബിജെപിയിലെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ അടുപ്പം കാണിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയോടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നുകൊണ്ട് ദീർഘനേരം അവർ തമ്മിൽ സംസാരിച്ചിരുന്നൊക്കെ നമ്മൾ ടിവിയിൽ കണ്ടു. എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയും ബിജെപിയുടെ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു ഐക്യം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ചേർച്ച, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം, ഇപ്പൊ എന്തിന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ചോദിച്ചാൽ ആ കാര്യത്തിന് ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് പിണറായി വിജയൻ ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുന്നത്. എപ്പോ വെള്ളാപ്പള്ളി നടേശൻ കളം മാറ്റി ചവിട്ടുന്നുവോ അപ്പോൾ പിണറായി വെള്ളാപ്പള്ളിയെ പിടിക്കും. അതിനുള്ള എല്ലാ കേസുകളും നൂലാമാലകളും പിണറായി വിജയൻ ശരിക്കും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ആ പേടി ഒന്നുകൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ ആസനം താങ്ങി നടക്കുന്നത് കേട്ടോ. സങ്കടമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ മറ്റു വഴിയില്ല. പക്ഷേ ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു നീക്കവും നടത്താൻ പിണറായി സർക്കാരിന് കഴിയാത്തൊരവസ്ഥയിൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി ബിജെപി പക്ഷത്ത് ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ, യാതൊരു സംശയവും വേണ്ട. കാരണം അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും, അതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു സൂചന കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്താ വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളി നടേശൻ വായ തുറന്നാൽ വർഗീയതയെ പറയുള്ളൂ. ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ വർഗീയതയല്ല എന്നും ഇത് പച്ച പരമാർത്ഥമാണ് എന്നും ബിജെപി തിരിച്ചറിയുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബിജെപി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നു, ഓരോ ദിവസവും CPM-ന്റെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പതിച്ചുകൊണ്ട് ഇനി താഴാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും നിങ്ങൾ എത്ര വീട് കയറി കാല് പിടിച്ച് കരഞ്ഞാലും ഈ 140 മണ്ഡലങ്ങളിലും നിങ്ങൾക്കെതിരായ ജനവിരുദ്ധ വികാരം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഒരു സീറ്റ് പോലും CPM-ന് കിട്ടാത്ത ഏറ്റവും ലജ്ജാകരമായ ഒരവസ്ഥയിലേക്ക് CPM പതിക്കും. അതിന്റെയൊക്കെയുള്ള സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. ചർച്ചകൾക്ക് വഴി തുറന്ന് പത്മ പുരസ്കാരങ്ങൾ, രാഷ്ട്രീയ പത്മം എന്ന പേരിലാണ് ഇക്കാര്യങ്ങളൊക്കെ മനോരമ ഉള്ളിലെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മറ്റു പത്രങ്ങളുടെ ജസ്റ്റ് തലക്കെട്ടുകളൊന്ന് കാണാം. മാതൃഭൂമി പറയുന്നു പത്മാഭിമാനം, BS-ന് പത്മവിഭൂഷൺ, ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ, പത്മശ്രീ ഇന്ന ആൾക്കാർക്ക്, പിന്നീട് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ. അങ്ങനെ മാതൃഭൂമി പറയുന്നു. കേരള കൗമുദി പത്മപ്രഭയിൽ കേരളം, വെള്ളാപ്പള്ളിക്കും മമ്മൂട്ടിക്കും പത്മഭൂഷൺ. വെള്ളാപ്പള്ളി കരയുന്നതിന്റെ ചിത്രം കേരള കൗമുദി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളാപ്പള്ളി കരയുകയാണ്, ആനന്ദാശ്രു, കണ്ണുകൾ നിറയുകയാണ്. വെള്ളാപ്പള്ളിയുടെ ഈ ഒരു ആദരവ് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി. പിണറായി വിജയന്റെ എത്ര മൂട് താകിയാലും പിണറായി വിജയനിൽ നിന്ന് ഒരു നന്ദിയും പ്രതീക്ഷിക്കേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയാം. പക്ഷേ തന്നെ ആദരിച്ചത്, തന്നെ ബഹുമാനിച്ചത്, തന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കിയത് മോദി സർക്കാരാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിയുന്നു. ആ ആനന്ദ കണ്ണീരാണ് കേട്ടോ. ഇതാ കേരള കൗമുദിയിലെ ഉള്ളിലെ പേജിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് അതുകൂടി ഒന്ന് കാണാം. അതായത് 9-ാമത്തെ പേജിൽ കേരള കൗമുദിയുടെ 9-ാമത്തെ പേജിൽ വാനോളം അഭിമാനം, ആനന്ദ കണ്ണീരോടെ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയാണ് പറയുന്നത്, ആനന്ദ കണ്ണീരോടെ വെള്ളാപ്പള്ളി നടേശൻ. പത്മഭൂഷൺ ലഭിച്ച വിവരം അറിഞ്ഞു ആനന്ദ കണ്ണീരോടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സന്തോഷത്താൽ വെള്ളാപ്പള്ളിയുടെ കണ്ണുകൾ നിറഞ്ഞു, കൈകൂപ്പി സദസ്സിനെ വന്ദിച്ചു. വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവർ കരഘോഷത്തോടെ ആദരവ് നൽകി. തനിക്ക് ലഭിച്ച പത്മഭൂഷൺ എന്ന
തനിക്ക് ലഭിച്ച പത്മഭൂഷൺ എന്നെ ഞാനാക്കി മാറ്റിയ മുഴുവൻ സമുദായ അംഗങ്ങൾക്കും നേതാക്കൾക്കും ഗുരു തൃപ്പാദങ്ങളിലും സമർപ്പിക്കുന്നതായി വെള്ളാപ്പള്ളി പറഞ്ഞു. പോരെ പോരെ, ഗുരുവിന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ ഈ അത്യുന്നത ബഹുമതി. ഇതോടെ പിണറായി വിജയന്റെ ഈ നാറിയ ഭരണത്തിന്റെ അവസാനത്തെ ആണികൂടി തറക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ഇതിൽ പരം എന്ത് പറയാൻ? ദേശാഭിമാനി എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. വളരെ രസകരമാണ് ദേശാഭിമാനിയുടെ പ്രതികരണം. അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.